തന്നെ വരാൻ പേടിയൊന്നാവൂലേ? എന്ത് പേടി? പേടിച്ചിട്ടെന്താ കാര്യം? പേടിച്ചിട്ട് കാര്യമല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കിയ വിളയല്ലേ, അത് വെറുതെ ചവിട്ടി കൂട്ടി കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് കഷ്ടപ്പെടുന്നത്. ഓ, അതാ അവിടെ കയറി തിന്നു. ഇപ്പൊ രണ്ടാമത് വീണ്ടും വന്നിട്ട് ആ കണ്ടത്തിൽ കുറച്ച് നല്ല നെല്ലുണ്ടായിരുന്നു. അതൊക്കെ 2 ദിവസം കൊണ്ട് ഏകദേശം ആക്കി തുടങ്ങി. ഇനി ദിവസം ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിന്റെ ഉച്ചയ്ക്ക് ചോറിന് പോയപ്പോൾ ആ വീട്ടിൽ ചോറും കറിയില്ല. തിന്നുപോയി സാധനം. ഓട് പൊളിച്ചിറങ്ങിയിട്ട് തിന്നുപോയി. അവർ ഉച്ചയ്ക്ക് പട്ടിണിയായില്ലേ? അവർ അധ്വാനിച്ചിട്ടുണ്ടോ അതിന്റെ കഞ്ഞി പട്ടിണി എടുക്കുന്നു. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്ക് സമയം വൈകിപ്പോയി. വീട്ടിൽ ഇനി ഒരു സാധനവും ഇല്ല. മൊത്തം പറിച്ചു കൊണ്ട് ആ പണിയപ്പരക്കിലുള്ള എല്ലാ സാധനവും ഇനി ഒന്നും ഇല്ലാന്ന് തന്നെ പറയണം. മൊത്തം പറിച്ചു കൊണ്ടുപോയി. ഇന്നലെ ഇപ്പൊ രാത്രി 2 മണി വരെ നമ്മൾ ഉറപ്പ് നോക്കി. ആന 3 മണിക്കാണ് ഇന്നലെ 2 ആനയാണ് ഇന്നലെ ഇറങ്ങിയല്ലേ? നിങ്ങൾ ഉറങ്ങി കഴിഞ്ഞു? നമുക്ക് ഉറങ്ങണ്ടേ? മനുഷ്യന്മാരല്ലേ കണ്ടടയ്ക്കാൻ നമുക്കൊന്ന്. രാവിലെ വന്നിരുന്ന വൈകുന്നേരം വരെ ഈ കുരങ്ങോട്ടിക്കലും ഇതന്നെ പണി, വേറെ പണിയൊന്നുമില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മൾ 1-2 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ പാർവതി അമ്മയുടെയും അതുപോലെ തന്നെ പ്രഭാകരൻ ചേട്ടൻ്റെയും മറ്റ് ചേച്ചിമാരുടെയും ഒക്കെ പറമ്പുകൾ കാട്ടാന നശിപ്പിച്ച, അല്ലെങ്കിൽ നെല്ലുകളൊക്കെ കാട്ടാന നശിപ്പിച്ച ഒരു ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ കുരങ്ങ് ഇറങ്ങിയ ആ ഒരു പ്രദേശം നശിപ്പിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ നമ്മളതെല്ലാം നിലത്ത് നിന്നാണ് കണ്ടിരുന്നത്. അപ്പോൾ കുറേ ആളുകൾ നമ്മളടുത്ത് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ആകാശദൃശ്യം ഒന്ന് കണ്ടാൽ കറക്റ്റ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കാമായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാനും അങ്ങനെ ഒരു കാര്യം ഓർത്തത്. ഏതായാലും നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് ഈ 2 സ്ഥലത്തെയും ആകാശ ദൃശ്യങ്ങളാണ്. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രഭാകരൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ ആ ചേച്ചിമാരുടെയൊക്കെ പറമ്പാണ്. അതിനുശേഷം നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് പാർവതിയമ്മയുടെ സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പതുങ്ങി അമങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ചവിട്ടുപാടുകളുള്ള നേരെ നിരപ്പായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്തുനിന്ന് മാറി പാടുകൾ പോലെയൊക്കെ തോന്നുന്ന പ്രദേശങ്ങളൊക്കെ കാട്ടാന ഇറങ്ങി നശിപ്പിച്ചതായിരിക്കും. വളരെ ഭീകരമായ കാഴ്ചയാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് ആ ഒരു ആകാശ ദൃശ്യത്തിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് അവരോട് നേരിട്ട് ഒന്ന് സംസാരിക്കാം കേട്ടോ.
ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ ഒരു ആകാശ ദൃശ്യം. വളരെ ഭീകരമായൊരു കാഴ്ച തന്നെയായിരുന്നു അല്ലേ അത്. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും. കാരണം അത്രയും മനോഹരമായിട്ട് നിൽക്കുന്ന ആ ഒരു പാടത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല. എല്ലാം തന്നെ ചവിട്ടി മെതിച്ച് കാൽപ്പാടുകളും മാത്രമേ കാണാനുള്ളൂ. അതുമാത്രമല്ല, അതുകൂടാതെ നേരെ നിൽക്കുന്ന നെല്ലിൽ പോലും കതിരിൽ പോലും ഇത് നെല്ലും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കുരങ്ങ് പറിച്ച് കളയുന്നൊരു സാഹചര്യം കൂടെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് പോലും മനസ്സിലാവില്ല. ഏതായാലും ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ അവർ പറഞ്ഞ പോലെ തന്നെ 25 ഏക്കർ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് 25 ഏക്കർ എങ്കിലും കളഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഇറങ്ങി. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞായിരുന്നു. ഏതായാലും വളരെ ഭീകരമായൊരു ദൃശ്യങ്ങളാണ്. ഏതായാലും നമുക്കിനി ആ 2 പേരോടും, പാർവതി അമ്മയോടും അതുപോലെ തന്നെ പ്രഭാകരൻ ചേട്ടനോടും ഒന്ന് സംസാരിക്കാം കേട്ടോ. ഇന്നലെ വെളുപ്പിന് 5:45 ഞാൻ വയലിൽ വന്നപ്പോഴാണ് ആന പോയത്. അവരാണെങ്കിൽ ഒരു മിന്നാമിന്നിങ് പോലത്തെ ഒരു വെട്ടവും കൊണ്ട് അവൻ പറഞ്ഞു പിന്നെ അതിൽ ചാർജ് തീർന്നു പോയതാണ്. ചാർജ് തീർന്നു പോയാൽ അവർക്ക് അവിടെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുമല്ലോ. എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ടോർച്ചിന് വെട്ടമില്ല. ടോർച്ചിന് വെട്ടമല്ല അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പോൾ ആനയൊക്കെ പോയി. ആന തിന്നാനുള്ളൊക്കെ തിന്നവർ പോയി. അതാ അവിടെ കയറി തിന്നു. ഇപ്പൊ രണ്ടാമത് വീണ്ടും വന്നിട്ട് ആ കണ്ടത്തിൽ കുറച്ച് നല്ല നെല്ലുണ്ടായിരുന്നു. അതൊക്കെ 2 ദിവസം കൊണ്ട് ഏകദേശം ആക്കി തുടങ്ങി. ഇനി ദിവസം ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് അന്ന് ഞാൻ വന്നപ്പോ ഏകദേശം 50 സെന്റ് തീർത്തെന്ന് പറഞ്ഞു. ഇപ്പൊ അത് തീർത്ത് ഇത് കണ്ടോ, അതും തീർത്തു. പിന്നെ അത് അങ്ങോട്ട് കടന്നു. ഇതിപ്പോ 2 ദിവസം കൊണ്ടാണ്. അതാ വലയൊക്കെ കണ്ടില്ലേ എങ്ങനെ മൊത്തം പോയി. ഫോണിൽ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും വിഷമിച്ചിട്ട് എല്ലാവരും ചോദിക്കുക എന്താ ചെയ്യുക, ഇനി എന്താ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ, കിട്ടുന്നത് വാങ്ങാം, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. അവരിത് ആനേനെ തീറ്റിക്കുകയാണെങ്കിൽ അവർ ആനേനെ തീറ്റിക്കട്ടെ. പിന്നെ അവർ ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല. അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു ഇത്രയും ചെയ്തിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയും ബാക്കി ബാലൻസ് ഉണ്ട്, അത് ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് മകൻ രാവിലെ വരും. കിടക്കപ്പായി നേറ്റ് വന്ന കുരങ്ങ ഒട്ടിക്കല ഒരു പണിയനും ഉണ്ടാവും. അവൻ ഇപ്പം അങ്ങ് കയറിപ്പോയപ്പോൾ ഞാനവിടെ വയലിലുണ്ടായിരുന്നു. അങ്ങനെ കുരങ്ങിനെ ഒട്ടിക്കാൻ വേണ്ടി വന്നതാ ഞാൻ വന്നപ്പോ എന്തോരം കുരങ്ങ അവിടെ. അതന്നെ, അത് മൊത്തം ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? നേരം വെളുത്ത് വൈകുന്നേരം വരെ എല്ലാത്തിന്റെയും കൈ കൂടെ മാങ്ങയും പേരക്കയും എല്ലാം. മാങ്ങയല്ല, അത് മത്തനാ. അത് അവിടുന്ന് അവരെ മത്തം പറിച്ചോണ്ടിരുന്നു. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്ക് സമയം വൈകിപ്പോയി. വീട്ടിൽ ഇനി ഒരു സാധനവും ഇല്ല. മൊത്തം പറിച്ചു കൊണ്ട് ആ പണിയപ്പരക്കിലുള്ള എല്ലാ സാധനവും ഇനി ഒന്നും ഇല്ലാന്ന് തന്നെ പറയണം. മൊത്തം പറിച്ചു കൊണ്ടുപോയി. ഇന്ന് അവരാരോ കുരങ്ങിൻ്റെ എന്തിൻ്റെയോ കണക്കൊക്കെ കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ലിസ്റ്റും ആയി. കൊടുത്തവർക്ക് ഗ്രാമസഭയിൽ കൊടുത്തവർക്കൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. എന്തിൻ്റെയാണെന്നൊന്നും അറിയില്ല. എനിക്കൊട്ട് തന്നിട്ടുമില്ല. ഞാനതിന് അത് കൊടുത്തിട്ടുമില്ല. ഇനി അത് കൊണ്ടുപോയിട്ട് ഇനി ഗ്രാമസഭ കൂടുമ്പോൾ അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. കണ്ടോ, അതാ കുരങ്ങ് കാറിന്റെ കമ്പിയെ കൂടെ ഓടി നടക്കുക. ഇനി പോവില്ല. ഇനി സന്ധ്യയാവും പോണെങ്കിൽ. ഇപ്പൊ അടുപ്പിച്ച് എത്ര ദിവസം ഇറങ്ങി ആന? ഇപ്പൊ 2 ദിവസം ഇറങ്ങി. ഞാനന്ന് വന്നതിന് ശേഷം 2 ദിവസം ഇറങ്ങി. ആ 2 ദിവസം ലൈനും പൊട്ടിച്ചു. അവരെ ലൈനും പൊട്ടിച്ചു, ഈ കമ്പി പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചിറങ്ങുന്ന ഇതും പൊട്ടിച്ചു. ഇതുണ്ടോ ഇവിടെ ഒന്ന് നോക്ക് എങ്ങനെ ആക്കിയിട്ടുണ്ട്. ചാടി കടന്നിട്ട് എടുത്ത് ചാടുകയല്ലേ കമ്പീൻ്റെ പൊക്കത്ത് കൂടെ. ഈ ടെമ്പറുള്ള കമ്പി പൊട്ടുമ്പോൾ എല്ലാവരും അറിയും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല അവരോട്. നഷ്ടപരിഹാരം തന്നെ തരണം. പിന്നെ അവരിത് സംരക്ഷിക്കും വേണം. അവരെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അവരെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഞങ്ങളെപ്പോലത്തവർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ രാത്രി 10 മണിക്ക്, 10:30 മണിക്ക്, 11 മണിക്ക്, രാവിലെ വെളുപ്പിന് ഞാൻ 4 മണിക്ക് ഞാൻ വരും. ഞാനത് അവിടെ വന്ന് ലൈറ്റ് അടിച്ച് നോക്കും. അതിൽ വന്ന വാഴയും കഴുങ്ങുള്ള കാരണം കാണില്ല. അപ്പോൾ ഈ അംഗനവാടീൻ്റെ അവിടെ വന്ന് നിന്ന് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഞാൻ പോകും. ഇടയ്ക്ക് വരും ഞാൻ. പിന്നെ ഇറങ്ങിപ്പോയാൽ മാത്രം ഞാൻ വരില്ല. അല്ലെങ്കിൽ തന്നെ വരാൻ പേടിയൊന്നാവൂലേ? എന്ത് പേടി? പേടിച്ചിട്ട് എന്താ കാര്യം? പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കിയ വിളയല്ലേ, അത് വെറുതെ ചവിട്ടി കൂട്ടി കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
ചവിട്ടിക്കൂട്ടി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. അതേപോലെ മകൻ എത്ര ദിവസമായി എന്നറിയാം, രാവിലെ വന്നിരുന്ന വൈകുന്നേരം വരെ ഈ കുരങ്ങോട്ടിക്കലും ഇതന്നെ പണി, വേറെ പണിയൊന്നുമില്ല. അവസാനമുള്ള ഇച്ചിരി അല്ലെങ്കിലും ബാക്കി കിട്ടാൻ അവസാനമുള്ളത് ഇച്ചിരിയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവനും ഞാനും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. ഈ പോക്ക് പോയാൽ അതും അതും കിട്ടില്ല. കുരങ്ങല്ലേ എന്നെ വന്ന് ഞാൻ കണ്ടതല്ലേ എത്ര എണ്ണതാ വരുന്നത്. ഇനി ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഓരോന്നെന്റെ വായും ഇതും നോക്കി ഇതാ പോന്നുണ്ടോ, ഇതാ പോന്നുണ്ടോ. അതാ അവരെന്തോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയാണ് ഇവിടത്തെ സ്ഥിതി. ഇപ്പൊ പിന്നെ കാവക്കാർ വരുന്നുണ്ട്, അവർക്ക് ഇച്ചിരി വെട്ടം കുറവാണ്. വരുന്നുണ്ട്. കാവക്കാർ സമരത്തിൽ പിരിഞ്ഞുപോയി, അല്ലാത്തവർ വരുന്നുണ്ട്, 2 പേര് വരുന്നുണ്ട്. ഇതൊക്കെ കിടന്ന് കുലുക്കുന്നതാണ്ട രാവിലെയൊക്കെ. എൻ്റെ ദൈവമേ, രാവിലെ വീട്ടിലത്തെ പണിയെടുക്കാനൊന്നും നേരമില്ല, കുരങ്ങോട്ടിക്കല രാവിലെ തന്നെ. ഭയങ്കര ശല്യം കുരങ്ങിനെ കൊണ്ടാണ്. ഇനി കൊയ്ത്ത് കഴിയുന്ന വരെ ഇതേ ശല്യം തന്നെയാണ്. കൊയ്ത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓരോന്ന് വാരി ഇതാ കച്ചി പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെയാ പോകുന്നത്, തോളത്ത് വെച്ചിട്ട്. ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പണിയെടുക്കുന്നത്. ഇത് മുഴുവനും നശിച്ചു പോയാൽ എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കും? ഏറ്റവും വലിയ കാര്യം മനുഷ്യൻ്റെ ജീവിതമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇരുട്ടി അപ്പം തന്നെ ഇറങ്ങൂലേ? ഇരുട്ടിയ 10 മണിയാകുമ്പോൾ ഇവിടേക്ക് വാ. 10 മണിയാകുമ്പോൾ വന്നാൽ മതി, അപ്പം കാണിച്ചു തരാം ആനേനെ. ഇന്നത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഇതിലെയൊക്കെ ആന പോയത് കൊണ്ടും പിന്നെ എല്ലാം കൊണ്ടും കുങ്കിയാനെ ഇറക്കിയിട്ടുണ്ട്. കുങ്കിയാനെ ഇറക്കി ഒരു ഭാഗം മുഴുവൻ സന്ദർശിച്ച് ഉച്ചയായപ്പോൾ അവർ കുളിപ്പിച്ച് കൊണ്ടുപോയി. ഇനി നാളെ ഇതിലേക്കാണെന്ന് പറഞ്ഞു കേട്ടത്. ആന വരുന്ന ടൈമിലാണെങ്കിലേ ആ ആനേനെ ഓട്ടിക്കാൻ പറ്റുള്ളൂ, ഇതല്ലെങ്കിൽ ഓട്ടിക്കാൻ പറ്റില്ലല്ലോ. കണ്ടെന്നൊന്നും പറഞ്ഞില്ല, കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. ആനപ്പിണ്ടോ ആനേനൊക്കെ കാണണമെങ്കിൽ രാത്രി ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ വന്നിരുന്നാൽ മതി. ഇവരൊന്നും കിടന്നിറങ്ങില്ല, ആ സമയത്ത് കഞ്ഞി വരെ കുടിക്കില്ല. ആ ശബ്ദവും കേട്ടാണ് ആന. ഇന്നലെ 4 മണിയായപ്പോഴോ മറ്റേ ശങ്കരൻ കുളിക്കാൻ വേണ്ടി പോയി, കുളിയും കഴിഞ്ഞ് വെള്ളത്തിന് പോയപ്പോൾ അവിടെ എവിടെയോ ഒച്ച കേട്ടു വന്നു. അവനർത്ഥം അതിലേ പോകുമായിരിക്കുന്നു. അവൻ വന്ന് വീട്ടിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ മക്കൾ പറഞ്ഞു, അച്ഛ ആന വയലിലിറങ്ങിക്കുന്നെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ അവനും ഓട്ടിച്ചു, പടക്കം പൊട്ടിച്ചു. ഞാനും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് അങ്ങനെയൊക്കെ കൂടെ 5:45 ചീറിയിട്ടൊരൊറ്റ പോയത്. ആനേൻ്റെ പുറകുവശം മാത്രമേ ആന പോകുമ്പോൾ കാണുള്ളൂ, മുൻവശം ശരിക്കും കാണുന്നില്ല. അല്ലെങ്കിൽ മുൻവശം കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ പറയായിരുന്നു. ഇതിങ്ങ് ഇറങ്ങി പോകുമ്പോൾ ലൈറ്റ് അടിക്കുന്നതല്ലേ, അത്ര പെട്ടെന്ന് അടുത്ത് ഓടി വരാനും പറ്റില്ലല്ലോ. അങ്ങനെ ഭയങ്കര ശല്യമായി തുടങ്ങി. അതൊന്നും ഇനിയിപ്പോൾ പോവില്ല, അതൊക്കെ ഇനി വരാൻ വേണ്ടി ഞാനിവിടുന്ന് പോകാൻ വേണ്ടി കാവല. രാത്രിയും ഇറങ്ങുന്നുണ്ട്, ഇരുട്ടാകുമ്പോ വരും. ഇന്ന് ഇനിയിപ്പോ ഒന്നും പോവില്ല. 100 കണക്കിന് കുരങ്ങല്ലേ? 100 കണക്കിന് കുരങ്ങോ? ഇപ്പൊ വേറെ എവിടെയും ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ നെല്ല് എത്ര കിട്ടുന്നു അത്ര മുഴുവനും പറിച്ചു കൊണ്ടുപോകും. ഇതിലൊക്കെ പറിച്ചതാ മതിലൊക്കെ കൊണ്ട് വെച്ച് തിന്ന് പറിച്ച് തോളത്തേറ്റിയിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ കയറുന്നു. ഒരു കൊല കിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടതല്ലേ, കാച്ചിൽ മാന്തി കയ്യിൽ പിടിച്ചിട്ട് പോയത്. ഇങ്ങനെയാണ് കുരങ്ങിൻ്റെ പരിപാടി. ആന ഇങ്ങനെ എല്ലാം കൊണ്ടും ജീവിതം പുറകില. ജീവിതമാർഗം പുറകിലെന്ന് പറഞ്ഞാൽ ജീവിതമാർഗം പുറകിൽ തന്നെ. എന്താണ് സ്ഥിതി എന്താ? ഈ കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടിക്കിടക്കുന്നു. ഒരു കൃഷിക്കാരനോ അവൻ കൃഷി ചെയ്ത ഭൂമി സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ.
ആനയുടെ ശല്യം കൊണ്ടും കുരങ്ങിൻ്റെ ശല്യം കൊണ്ടും പന്നിയുടെ ശല്യം കൊണ്ടും മാനിൻ്റെ ശല്യം കൊണ്ടും എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് പൊറുതിമുട്ടിക്ക് ജീവിതം. സർക്കാരിനോട് ആരോട് എന്ത് പറയാൻ കഴിയുന്നില്ല. പോസ്റ്റോട് പറഞ്ഞാൽ അവർ ബാച്ചർമാർ നിയമിച്ചിട്ടുണ്ട്. ബാച്ചർമാർ അവർ കിടന്നുറങ്ങുന്നുണ്ട്. അവരെ വീട്ടിൽ അവർ കിടന്നുറങ്ങുന്നു. ബാച്ചർമാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മളൊരു പാർശ്വച്ചിൻ്റെ ഭൂമിയിലാണ് ഇപ്പം നമ്മൾ നേരത്തെ പോയി കണ്ടത്. അവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഇനി ഒരു മണി നെല്ല് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. നിരന്തരം ആന ഇറങ്ങിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എൻ്റെ വയലിലും കഴിഞ്ഞ അര ഏക്കറിൽ ഇനി ഞങ്ങൾ കൊയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പോയി കണ്ട കാര്യങ്ങളാണ്. നമ്മൾ കൊയ്യാൻ പോയിട്ട് എന്താ കാര്യം, എന്ത് കിട്ടുമോ, കൊയ്ത്തുകൂലി കിട്ടുമോ? എന്തിനാ അതിന് ആനയ്ക്ക് ഒഴിവാക്കി കൊടുത്തു. നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശം പല ആളുകളുടെ അല്ലേ? പല ആൾക്കാരുണ്ട്. എന്തോരം പോയി നിങ്ങളൊന്ന് കണ്ടല്ലേ. നിരന്തരം ആന ശല്യം. 2 ആന ആണ് ഡെയിലി ഇപ്പോൾ ഉള്ളത്. ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ അവർ ബാത്റൂം നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ബാത്റൂം നിയമിച്ചെങ്കിൽ ഇവരൊന്ന് വന്ന് നോക്കിയോ അല്ലെങ്കിൽ അതിനൊരു സംരക്ഷണം കൊടുക്കുകയോ ചെയ്യണ്ടേ. ഇത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. ഇവർ നിരന്തരം നമ്മളോട് വിളിച്ചു പറയുന്നു. ഇപ്പം ഞാൻ ഫോറസ്റ്റുകാർ വിളിക്കുന്നില്ല, കാരണം വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അന്നത്തിന് അവർ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. നമുക്ക് എത്രത്തോളം നമുക്ക് ഇങ്ങനെ ഉറക്കം നോക്കിക്കാൻ പറ്റും? പരിധിയില്ലേ. നമുക്കൊക്കെ രാവിലെ പണിക്ക് പോകേണ്ട ആൾക്കാരല്ലേ. നമുക്ക് ഇത് പണിക്ക് പോകണ്ടേ. ഇതുണ്ടോ കുരങ്ങിന് സൈഡിൽ നോക്ക്, എത്രയാ കുരങ്ങുകൾ. നമ്മൾ 1 മിനിറ്റ് മാറി കഴിഞ്ഞാൽ പൊയിലേക്ക് ഇറങ്ങി. കാച്ചൽ, കപ്പ, ഇഞ്ചി മതി. ഇഞ്ചിയുടെ കൂമ്പിലൊക്കെയാണ് തിന്നുക. ചേമ്പ് നട്ട ചേമ്പിൻ്റെ കൂമ്പ്, മഞ്ഞൾ നട്ട മഞ്ഞളുടെ കൂമ്പ്, വാഴ നട്ട വാഴയുടെ കൂമ്പ്, കൊല കുത്തുമ്പം അതിൻ്റെ കായ, പന്നി തെങ്ങുന്നേ കുത്തിക്കളയുക. ഇപ്പോൾ ഈ എൻ്റെ വയലിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ പന്നി കുത്തിമറിച്ചിട്ട് വിളയാനായ നെല്ല് കൊയ്യാനായ 2 ദിവസം കൊയ്യാനുള്ള നെല്ല കുത്തിമറിച്ചിട്ട് ഞാൻ കാണിച്ചിരിപ്പോൾ. നമ്മൾ ആരോട് പറയും? പോസ്റ്റോട് അത് പറയാമെന്നല്ലാണ്ട് പോസ്റ്റർ ഇപ്പോൾ ഞാൻ പോയി വിളിക്കുന്നില്ല. ഞാൻ നിരന്തരം വിളിച്ചോണ്ട് ഞാൻ ചോദിച്ചാൽ അപ്പോൾ വാച്ചർ നിർത്തി പോയി. എവിടെ വാച്ചർ? എന്ത് വാച്ചർ? ആരുടെ വാച്ചർ? നമുക്ക് കഞ്ഞി പിടിക്കണ്ടേ. നമുക്കിപ്പോൾ കഞ്ഞി പിടിക്കണമെങ്കിൽ നമ്മൾ പണിയെടുത്തല്ലേ നമുക്ക് കഞ്ഞി പിടിച്ചാൽ കിട്ടുള്ളൂ. കർഷകരെ അവർ ഒരു 7ാം കൂലി പോലെ തള്ളിക്കളയുന്ന അവസ്ഥയാണ് കർഷകരുടെ ഈ സർക്കാരിനെ കാണിക്കുന്നത്, ഗവൺമെൻറ് ചെയ്യുന്നതും. കർഷകൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത് ഈ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അവരുടെ അവസ്ഥ, നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്താണ് അവരുടെ അവസ്ഥ? ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, ഞാൻ ഏക്കർ കണക്കിന് 2 ഏക്കറോളം നമ്മൾ പാട്ടത്തിനെടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പൈസ മുടക്കിയിരിക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്? ഇങ്ങനെ ആയാൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ നീങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ 2 കുങ്കിയാനെ കൊണ്ടുവന്നുണ്ട്. അവരവിടെ ഓട്ടിക്കുന്നു, ഇവിടെ ഓട്ടിക്കുന്നു. എവിടെ? അത് 1 കിലോമീറ്റർ പോയാൽ രാത്രി 15 കിലോമീറ്റർ താണ്ടി വരുന്ന ആ സാധനത്തിൽ 1 കിലോമീറ്റർ ഓടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജനങ്ങളെ കണ്ണിൽ പൊടിയിരുന്ന ഒരു സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. ഇത് ഈ കുങ്കിയാനെ കൊണ്ടുപോവുക, ഒന്ന് ഓട്ടിക്കുക, അത് 2 ദിവസം അത് പോകും. 2 ദിവസം ആന പിന്നെ പെൻസിൽ ഒന്നും ഒരു ബാറ്ററി ചാർജും ഇല്ല, ഒന്നുമില്ല. അത് ഫ്രീ ആയിട്ട് കിടക്കുക. ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന സ്വഭാവം. ഇതിൻ്റെ അകത്തൊന്നും കറണ്ടില്ല. ഒന്നും കണ്ടില്ല. ഞാനും പോലീസുകാരും കൂടി കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതല്ലേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ചാർജ് സ്വർണ്ണം കൊണ്ട് കുണപ്പിച്ച് വെച്ചിട്ട് അവർ പോകും. ചാർജ് നിൽക്കുന്നില്ല, എവിടെയും ചാർജില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി കണ്ടതാ. എത്ര ബാറ്ററി വേണം, എത്ര അവർക്ക് പെൻഷൻ എത്ര സ്ഥലത്തുണ്ട്, എത്ര കിലോമീറ്റർ ഇവർക്ക് എത്തണം. ഇവർ ചെയ്യുന്നില്ല. നമ്മൾ നിരന്തരം ഇങ്ങനെ പറയാന്നല്ലാണ്ട് നമ്മുടെ വായത്ത് വെള്ളം പറ്റുകയെന്നല്ല എന്ത് കാര്യമുണ്ട്? ഇനിയിപ്പോൾ അടക്കയുടെ ഒരു കഷ്ണം വെക്കില്ല. അടക്ക ഈ പ്രശ്നം ഇല്ല. അതിൻ്റെ കൊമ്പ് പൊളിച്ച് തിന്നുക. അടക്കയുണ്ട്. ഇപ്പോൾ തെങ്ങിൻ്റെ തേങ്ങാനെ ഇളനിയാകുമ്പോൾ ഇപ്പം ഇളനി പൊളിച്ച് തിന്നുക. നിങ്ങളിപ്പോൾ കണ്ടത് കുരങ്ങുന്നതോ? അതോ നോക്കുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ പുറകെ കൂടെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിൻ്റെ ഉച്ചയ്ക്ക് ചോറിന് പോയപ്പോൾ ആ വീട്ടിൽ ചോറും കറിയില്ല. തിന്നുപോയി സാധനം. ഓട് പൊളിച്ച് ഇറങ്ങിയിട്ട് തിന്നുപോയി. അവർ ഉച്ചയ്ക്ക് പട്ടിണിയായില്ലേ. അവർ അധ്വാനിച്ചിട്ടുമ്പോൾ അതിൻ്റെ കഞ്ഞി പട്ടിണി എടുക്കുന്നു. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അത്. അതാ ചേച്ചി പോകുന്നു, ഓടിക്കാൻ പോകുന്ന രംഗാട്ടെ കാണുന്നത്. വളരെ നമ്മളിവിടെ വർത്തമാനം പറയുമ്പോൾ ചേച്ചി പോകുന്നുണ്ടോ? ചേച്ചി കുരങ്ങനെ ഓടിക്കാൻ പോകുന്ന രംഗാട്ടെ കാണുന്നത്. ഈ പ്രായത്തിലും ഇല്ലേ ചേച്ചിനെ കൊണ്ട് സത്യം ഇതൊക്കെ ചെയ്യിക്കുന്നവരല്ലേ. ആ പ്രായത്തിൽ ആ അമ്മ വീട്ടിൽ അടങ്ങിയിരിക്കണം. അമ്മയെ അവർക്ക് കഞ്ഞി പിടിക്കാൻ വേണ്ടിയല്ല അവർ കഷ്ടപ്പെടുന്നത്. സത്യം. അത് കാണാൻ കണ്ണു തുറക്കാൻ സർക്കാർ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ഇവരുടെ മുതലൊന്ന് തൊട്ട് നോക്കട്ടെ. കാട്ടുമൃഗത്തെ ഒന്ന് തൊട്ട്, പന്നി, ആന, കടുവ അല്ലെങ്കിൽ ആന ഒന്ന് തൊട്ട് നോക്കട്ടെ. ഇവർ അപ്പം ഇവിടെ എത്തുമല്ലോ. നമ്മുടെ മുതൽ തൊട്ടുമ്പോൾ ഇവർക്ക് എന്താ ഒരു ചൂടില്ലാത്തത്?
ഇവരൊക്കെ ശമ്പളം മേടിക്കുന്നത് നമ്മൾ ഈ കർഷകർ അധ്വാനിക്കുന്ന കർഷകർ അധ്വാനിച്ച ഈ ശമ്പളം കൊണ്ടാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്തുള്ള ധാന്യങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ ശമ്പളം മേടിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് പറയാൻ കഴിയുക? ആർക്കും കഴിയില്ല. ഇന്നൊരു മന്ത്രിമാർ വരെ ശമ്പളം മേടിക്കുന്നത് നമ്മുടെ നീതിപ്പണവും നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നം വിറ്റിട്ട് തന്നെ ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഇനിയിപ്പോൾ ഞാൻ അടുത്ത വർഷം കൃഷി നിർത്താൻ പോവാ. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു 80,000 എനിക്ക് പൈസ മുടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അത് എനിക്ക് എന്ത് കിട്ടാനത്? ഇന്നലെ ഞങ്ങൾ കണ്ടതല്ലേ നിങ്ങളത്? അതെ അതെ, ഓരോ ദിവസം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങനെ ഞാൻ പറയട്ടെ, 1.5 മാസം കൂടി ഇല്ലേ? ഇനി 1 മാസം കൊണ്ടല്ല ഈ പാടങ്ങൾ ഒഴിവുള്ളൂ. നമ്മളത് 10 വർഷം കൊണ്ട് കൊയ്യാം. പക്ഷേ ഞാൻ നിങ്ങൾ കണ്ട 35 സെന്റ് വയലിന്റെ എൻ്റെ ഒന്നുമില്ല. നിങ്ങളൊന്നും കണ്ടതല്ലേ? ഒന്നുമില്ല. ഞാൻ കൊയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എന്താ അവസ്ഥ എന്തായിരിക്കും? ഏർമാടത്തിരുന്ന് ഉറക്കം ഒഴിച്ച് കണ്ണു ഇരുന്ന് നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ ചോദിക്കുന്നത്, കാവക്കാർ നിർത്തിയെങ്കിൽ അവർക്ക് തൽക്കാലം ശമ്പളം കൊടുത്തിട്ട് അവർ നിർത്തുമെന്ന് പറയുന്നു. എന്നാൽ കാവക്കാർ അതിപ്പോൾ അനുസരിച്ച് ചെയ്യണ്ടേ? അവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യാത്തത്? കാവക്കാരെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. എന്നാൽ പിന്നെ ഇവർക്ക് ഏക്കറോളം അല്ലെങ്കിൽ കിലോമീറ്ററോളം ഇവർക്ക് കൃഷിയുണ്ട്. ആ കൃഷിയിലേക്ക് പോകുമ്പോൾ എന്നാൽ പിന്നെ അതിനനുസരിച്ചുള്ള കാവക്കാരെ ഇവർ നിർത്തൂല. രാത്രി 10 മണി വരെ അവിടെ നിന്ന് കുറച്ച് ലൈറ്റ് അടിക്കും, 100 ലൈറ്റ് അടിക്കും. 10 കഴിഞ്ഞപ്പോൾ ഇവരൊന്നും കാണാനില്ല. ഇവരെവിടെ പോകുന്നു നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ആന വരുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നലെ ഇപ്പോൾ രാത്രി 2 മണി വരെ നമ്മൾ വർക്ക് നോക്കി. ആന 3 മണിക്കാണ് ഇന്നലെ 2 ആനയാണ് ഇന്നലെ ഇറങ്ങിയല്ലേ? നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറങ്ങണ്ടേ? നമ്മൾ മനുഷ്യന്മാരല്ലേ, കണ്ടടയ്ക്കാൻ നമുക്കൊന്ന്. പകലും പണിയെടുത്ത് രാത്രി പണിയെടുക്കാം, രാത്രി പണിയെടുപ്പോൾ പിന്നെ നമ്മൾ എന്തിനത്? അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ വർഷം ചെയ്തു 10 വർഷം കൃഷി പരിപാടിയൊക്കെ നിർത്താൻ പോവുക. ഇനി തരിശ് കിടക്കട്ടെ എന്ന് എല്ലാവരും നമ്മൾ ചെയ്യാൻ പറ്റും. നമുക്ക് കഞ്ഞി പിടിക്കണമെങ്കിൽ ഇപ്പോൾ സർക്കാർ അരി തരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആത്മഹത്യ വഴിയിലൊക്കെ അല്ലേ നിങ്ങൾ പോകുന്നു. അല്ലാണ്ട് ഇപ്പോൾ അവർ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇപ്പം നമ്മൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നിങ്ങൾ അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കണ്ടു, അവരുടെ വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ആ ഒരമ്മ കൃഷി ചെയ്ത ഒരു ഏക്കറിൻ്റെ അടുത്തേ കൃഷി ചെയ്തുള്ളൂ. അതിലിപ്പോൾ ഏകദേശം 3/4% തീർന്നിരിക്കുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതിൻ്റെ തോത് ഇങ്ങനെ കൂടിക്കൂടി വരുന്നല്ലാണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ പ്രഭാകരൻ ചേട്ടൻ കടമെടുത്തും പാട്ടത്തിനെടുത്തും ആ ചേച്ചിമാരും അടക്കം എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രദേശം ഇനി ബാക്കിയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ആന ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുംകിയാനകളെ കൊണ്ടുവന്നിട്ട് അതിലൊക്കെ ആനകളെ ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും കാട്ടാന വീണ്ടും വരും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവരെല്ലാവരും പറയുന്നത്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ വർഷം വിളവെടുക്കേണ്ട അല്ലെങ്കിൽ കൊയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ വിഷമത്തിൽ തന്നെയാണ് ഈ ആളുകളുള്ളത്. 6 മാസം ഊണും ഉറക്കവും ഒക്കെ ഒളിച്ച് ഈ ഒരു കൃഷി ചെയ്തേച്ചിട്ട് അവസാനം അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മുടെ പാർവതി അമ്മയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു അമ്മയാണത്. അമ്മയുടെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടാണ്. ഒരു സഹായം പോലും അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഏതായാലും ഡയറക്റ്റ് അവരുടെ അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും വളരെ ഭീകരമായൊരു അവസ്ഥയെ കൂടെ തന്നെയാണ് വള്ളുവാടി പ്രദേശത്തെയും വടക്കനാട് പ്രദേശത്തെയൊക്കെ ആളുകൾ കൃഷിക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.